ശോഭാവിഷിതനെ കുറിച്ചാണ്. ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ച് കഴിഞ്ഞതാണ്. പക്ഷേ ഇവർ വീണ്ടും വന്നിട്ട് അഖിൽ ജയിച്ചത് ഒരു ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അഖിൽ ഗ്രൂപ്പ് എന്നൊരാളാണ്, ഞാൻ സെൽഫായിട്ട് നിന്ന് ഗെയിം കളിച്ച ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പോൾ അവർ തന്നെ തൊഴിലായിട്ട് കൊണ്ട് നടക്കുകയാണ്, വെറുതെ അഖിലിനെ ചൊറിയ. ഓക്കെ, അഖിൽ കൊട്ടത്തിലേക്ക് ഒരു ഗ്രൂപ്പ് കളിച്ചാണ് 100 ദിവസം എത്തി കപ്പലിട്ടത്. ശോഭാ വിശ്വനാഥ് ഒറ്റയ്ക്ക് നിന്നാണ് 100 ദിവസം കളിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അവിടെ ഒരു ഷീച്ചേട്ടനോ ഒരു വിഷ്ണുവോ ഒരു അനിയന്യത്തിനോ വേണ്ടി വന്നില്ല ഗ്രൂപ്പ് കളിച്ച് അതുവരെ എത്താനായിട്ട്. ഞാൻ അന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന പറഞ്ഞ ഒരു പ്രൗഡായിട്ട് ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡന്റ് ഗെയിമർ ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് കളിച്ചു വന്നത്. ഔട്ടായി പോയിരുന്നെങ്കിൽ എനിക്കൊരു വിഷമമില്ലായിരുന്നു. ഞാൻ എന്റെ കാര്യം നോക്കി മുമ്പോട്ട് പോകുന്ന ആളാണ്, അല്ലാതെ ലിവ് ഇൻ ദ പ്രസന്റ്, ഡ്രീം അബൌട്ട് യുവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന കാര്യം. പാസ്റ്റ് ഈ പറഞ്ഞ അടി കൊടുത്ത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിരിക്കും അത് കണ്ടിട്ടുണ്ടാവുക. ഇപ്പോഴും ജീവനോടുണ്ട്. നല്ല ചോണക്കുട്ടികളായിട്ടുള്ള സ്ത്രീകൾ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചുണക്കുട്ടികളുടെ സ്ത്രീകൾ, നമ്മൾ നല്ല സ്ത്രീകളാണ് റെസ്പെക്റ്റ് കൊടുക്കും, നല്ല സ്ത്രീകളാവണമെന്നുള്ളൂ. അല്ലാണ്ട് അതിന് ചുണക്കുട്ടികളാവണമെന്നില്ല. നല്ല അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അപ്പോൾ സ്ത്രീകളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഗ്രൂപ്പിസം കാണിച്ച് ജയിച്ചു, ഗ്രൂപ്പിസം കാണിച്ച് നിന്നു. ഷിജു, അനിയൻ മിഥുൻ, പിന്നെ വിഷ്ണു, അവരൊക്കെ പേര് പറയുന്നുണ്ട്. ഞാൻ പറട്ടെ, ബിഗ് ബോസ് എന്ന ഗെയിമിൽ ഗ്രൂപ്പിസം കളിക്കാം, എന്ത് കളിക്കാം, നമുക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം. അല്ലാണ്ട് വെറുതെ പോയിട്ട് അവിടെ നിന്നിട്ട് ഞാൻ ടാസ്ക് ജയിച്ചു, ഞാൻ അതൊക്കെ ജയിച്ചു. നിങ്ങൾ ടോപ്പ് 5 എത്തിയാണ് റിനോഷ് പോയതുകൊണ്ട്, വിഷ്ണു പോയതുകൊണ്ട്. വിഷ്ണു എങ്ങനെ ഔട്ടായെന്ന് എപ്പോഴും ഒരു ഇതുമില്ല. അത്രയും നല്ല ഗെയിമറായിരുന്നു വിഷ്ണു ഔട്ടായി. റിനോഷ് എന്ത് ചെയ്തു, അയാൾക്ക് അസുഖം വന്നുകൊണ്ട് അയാൾ മാറി, അതുകൊണ്ട് നിങ്ങൾ ടോപ്പ് 4 കയറി. പിന്നെ ഷിജുവിൻ്റെ വോട്ട് മാറിയിട്ടൊന്നല്ലോ ഗിൽമനാർ ടോപ്പ് 1 ആയത്, ജയിച്ചത്. ഷിജു ടോപ്പ് 5 ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, വെറുതെ നിങ്ങൾ ഈ ജലസി കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്താ നേടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ലിവ് ഇൻ ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസൻറ്റ് അല്ലേ, സോറി, ലിവ് ഇൻ ദ പാസ്റ്റ് അല്ല അവർ ശരിക്കും, അത് ലിവ് ഇൻ ദ പാസ്റ്റാണ് അവർ, അതാണ് അത് പറഞ്ഞിട്ടോ. ലിവ് ഇൻ ദ പാസ്റ്റ്, അവർ ലിവ് ഇൻ ദ പാസ്റ്റാണ്, അല്ലാണ്ട് ലിവ് ഇൻ ദ പ്രസൻറ്റ് അല്ല ഒരിക്കലും. പിന്നെ എന്തിനാണ് ഇത്രയും ജലസി, എന്തിനു വേണ്ടിയിട്ട്? ഒറ്റ കാര്യം പറയാൻ നിർത്തുകയാണ്, കാര്യം അധികം പറയാനില്ല. സീസൺ 7 ഗ്രാൻഡ് ഫിനാലേക്ക് പോവുക, കപ്പെടുക്കുക, വീട്ടിൽ കൊണ്ടുവയ്ക്കുക.